എന്നാലും ഈ വവ്വാലേ തലതിരിഞ്ഞില്ല കിടക്കുന്നേ. അപ്പൊ ഇത് ആഹാരം കഴിക്കുമ്പോ തലമണ്ടയ്ക്ക് കയറത്തില്ലയോ? ഇത് അപ്പിയിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ തലേ തന്നെ വീഴത്തില്ലയോടാ? അല്ല, ഇത് മൂത്രം ഒഴിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതിന് കുടലും അറിയത്തില്ലേ? തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുവാണല്ലേ. തനിക്കെന്താ വേണം? താൻ പണിക്ക് പോകുന്നുണ്ടോ? താൻ പണിക്ക് പോകുന്നുണ്ടോ? ഉണ്ടോടോ? വവ്വാൽ എന്ന് വിളിക്കുന്നു. പക്ഷെ ഇതിന് വാലില്ലല്ലോ. കിട്ടിയോ? ഇത് കണ്ടു. നവവധു കല്യാണത്തലേന്ന് കല്യാണച്ചിറക്കൻ്റെ അനിയൻ്റെ കൂടെ ഒളിച്ചോടിയതറിഞ്ഞ് നവവരൻ കല്യാണ പെണ്ണിൻ്റെ അമ്മയുടെ കൂടെ ഒളിച്ചോടി. എനിക്കിത് കാണുമ്പോളേ നമ്മുടെ പണ്ടത്തെ ടിക്ടോക്ക് ഉണ്ടല്ലോ, അതാ ഓർമ്മ വരുന്നേ. ഓർമ്മയുണ്ടോ? മറ്റേ കല്ലുമ്മലക്കതിൽ. അമ്മേ, അവനെന്ത് കോളേജിൽ പോയല്ലോ? ഇന്ന് ബർത്ത്ഡേയാ. നിങ്ങൾക്ക് മുട്ടായി തരണമെന്നും പറഞ്ഞ അവനങ്ങോട്ട് ഇറങ്ങിയത്. ഇന്ന് 21 തികയുവാ. അമ്മ, അതിനൊന്ന് കോളേജ് ഇല്ലായിരുന്നല്ലോ. ഉള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന. ഉള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന. ഇതാണ് മോളെ റോഹം വില്ല. ഇതോ? അത് റോഹം വില്ലയിലെ രാജകുമാരി എൻ്റെ അമ്മ. അതോ? അപ്പൊ KTM ബൈക്ക് എവിടെ? ഷെഡി ഇരിപ്പുണ്ട്. എന്റെ പൊന്നു മോനെ, ഇന്ന് രാവിലെ കൂടെ അവന്റെ നിക്കറും പെന്നിനും കോണാനൂടെ കഴുകിയിട്ടതാ. ഇനി അമ്മ പേരായിട്ട് കഴുകിയിടാം കേട്ടോ. നാട്ടുകാരൊക്കെ നോക്കും, അവരെ ഇങ്ങ് വിളിച്ചേക്ക്. ദേ അമ്മ വിളക്കുമായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, റോഹനെ അങ്ങനെ ആരും ഒന്നും പറയാറില്ല. മമ്മി, കുഞ്ഞിന് എത്ര വയസ്സായിരുന്നു? ഇന്നലെ 18 തികഞ്ഞ്. എന്നാ ഇന്നലെ ഇങ്ങ് ചാടിക്കൂടായിരുന്നോ? ഇവൻ 21 ഇന്നല്ലേ തികഞ്ഞത്, അതുകൊണ്ടാ. വല്ല ആച്ചായിപ്പോയി. അല്ല, മാല മേടിക്കാനൊക്കെ പൈസ എവിടുന്നായിരുന്നു? ഇത് ചീനിയല വിത്ത് മറ്റേ വാഴയുടെ വള്ളി. സാക്ഷിയാരൊപ്പിട്ട് അത് പിന്നെ പ്രാങ്കാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരെ പിടിച്ച് അകത്തേറ്റ് ഒപ്പിടിച്ച്. പിന്നെ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പ്രാന്താന്ന്. അത് കറക്റ്റാ. മമ്മി ഡാഡ് എവിടെ? ഡാഡിനെ മേയ്ക്കാൻ നടക്കുന്ന. ഓ, അതുവഴി പോകുന്ന റിസ്ക് അടിക്കും തന്നെ. ഇതുവഴി കയറാം. കൊച്ചിനെ കൊടുക്കണം. സോറി മോളെ. സെക്കൻഡ് ഫ്ലോറിന് മണ്ടയ്ക്ക് വെച്ചേക്കെ. സെക്കൻഡ് ഫ്ലോർ ചായ്പിന്റെ മറ്റേ വിറക് വെക്കുന്നതിന് മണ്ടയ്ക്ക്. എന്നാ കയറി ചെല്ലേ. ഇവിടെ കിടത്തും. എന്നാലും അരി മേടിച്ച ചാക്കുണ്ട്, ചണച്ചാക്ക്, അതിനകത്ത് അങ്ങനെ കിടത്തും. മൂലയ്ക്ക് വേണം, എനിക്കും കിടക്കാൻ സ്ഥലമില്ല. അവള് മാഗിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് ഭയങ്കരമായി. മറ്റേ ഡൊണേഷൻ പരിപാടി ഓർമ്മയുണ്ടോ? ഹാർട്ട് ഡൊണേഷൻ. മെഡിക്കലി ഇനിയൊന്നും ചെയ്യാനില്ല. 2 ഹേർട്ടും പോയി. പയറ് പോലത്തെ മോൻ. ഓ വയ്യാത്ത പിതാക്കളൊന്നെന്താ പിന്നെ ചത്ത്. എന്നാ പറ? മെഡിക്കൽ മിറാക്കിളിന്റെ ഈ ശാസ്ത്രീയ വശം ഒന്ന് പറഞ്ഞുതരാമോ? ഒന്നുമില്ല, 2 പ്രാർത്ഥന നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഈ കണ്ണൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. കണ്ണ് കൊടുക്കാൻ പറ്റും? എല്ലാം കൊടുക്കും. കൊടുത്തോന്നു കൊടുക്കട്ടെ മോനെ. ഞാൻ കൊടുക്കാം. മോനെ ഇതേതാ വേണം? ടെലസ്കോപ്പ് ഇട്ട വേണം. മുടിയാട്ടം ഓർമ്മയുണ്ട്.
മനസ്സിലായില്ലയോ? ടിക്ടോക്കിലെ ട്രെൻഡിങ് കലാരൂപ മുടിയാട്ടം. അല്ലേ അതെ, എന്തിനാ ഈ വയ്യാത്ത പണിക്ക് പോന്നേ? ടിക്ടോക്ക് ട്രെൻഡിങ് അതുകൊണ്ടാ. എന്നെ എടുത്തോണ്ട് പോ. മറ്റേത് ഓർമ്മയുണ്ടോ? അത് ചിരിച്ചേ. ചിരിച്ചേ. ഇവൻ എന്തുവാടി കാണിക്കുന്നേ? ജോക്കറ മിണ്ടല്ലേ. എടാ മറ്റേ ആ കൈകൊട്ടി പരിപാടി ഓർമ്മയുണ്ടോ? ഏതാ? എടാ മറ്റേ ചീറ്റിങ് ചെയ്യുമ്പോ കൈ കൊട്ടത്തില്ല ഇങ്ങനെ. നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയാലോ? നമ്മുടെ കാര്യം വീട്ടിൽ പറയണം കേട്ടോ. ഇഷ്ടം ട്രൂ ആണോ? ട്രൂ ലവ് ആണോ? ഉറപ്പാണേ? റിവെഞ്ച് വല്ലതും എടുക്കൂടി? ഓ ഇല്ല, പുള്ളിയുടെ റിവെഞ്ച് കൈകൊട്ടി അങ്ങ് തീർത്തോളൂ. ഇതിപ്പോ എത്രാമത്തെ? ഇന്ന് തന്നെ 5 തീർന്ന്. മറ്റേ ഓർമ്മയുണ്ടോ? വരുവാണേ. ഒരു മിനിറ്റ്. എടാ നമുക്കിത് ചെയ്താലോ? എടാ എനിക്ക് ഡബിങ് ഒന്നും അറിയത്തില്ല. ചുമ്മാ വായിട്ട് അനക്കിയാ മതി, വേറൊന്നും വേണ്ട. മതിയോ? ആ ഓക്കെ, സെറ്റ്. പെണ്ണിന്റെ കണ്ണിലെ പുത്തിരി കത്തുമ്പം പകിരിയും മത്തപ്പും വേറെ വേണോ? പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ? അതെ, കേട്ടതൊന്നും നമ്മുടെ പണ്ടത്തെ ടിക്ടോക്ക് ഭയങ്കര മെനയായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ദൂരെ മാറി നിൽക്കും 10 കണ്ടന്റെ മുന്നിൽ